എഴുതിക്കോളൂ. കണ്ടീഷൻ ഫോർ ഇലക്ട്രോപ്ലേറ്റിംഗ് എഴുതിക്കോളൂ. കണ്ടീഷൻ ഫോർ ഇലക്ട്രോപ്ലേറ്റിംഗ്. അടുത്തത് അത് അതിന്റെ കണ്ടീഷൻ ഫോർ ഇലക്ട്രോപ്ലേറ്റിംഗിനകത്ത് ആദ്യത്തെ കണ്ടീഷൻ എന്താണെന്ന് അറിയാമോ? എഴുതിക്കോളൂ. ദ ആർട്ടിക്കിൾ ടു ബി electroplated is always placed at the cathode placed at the cathode. അതെന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടാണ് റീസൺ എന്താ പറയുന്നത്? പ്ലേസ്ഡ് അറ്റ് കാഥോഡ്. റീസൺ എന്താ? റീസൺ പറയുന്നത് മെറ്റൽ എന്താണ്? ഓൾവേസ് ഡെപ്പോസിറ്റഡ് അറ്റ് കാഥോഡ് ആയിരിക്കും. കാഥോഡ് ബൈ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. നമ്മൾ പഠിച്ചാണ്. അത് പോയിട്ട് എവിടെ പറ്റി പിടിക്കത്തുള്ളൂ? കാഥോഡിലാണ് പോയി പറ്റി പിടിക്കുന്നത്. കാഥോഡിൽ എന്താ ചെയ്യുന്നത്? കാഥോഡിൽ പോയിട്ട് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ട് അവിടെ പോയി ഡിസ്ചാർജ് ചെയ്യും. രണ്ടാമത്തേത് the metal to be plated on the article is always made the anode. Made at the anode and should be periodically replaced. അതിന്റെ റീസൺ അവർ പറയുന്നത് നമുക്കറിയാലോ, ആനോഡായിട്ട് എടുക്കുന്ന ഏതാണെങ്കിലും അതിങ്ങനെ ഉരുകി എന്ത് ചെയ്യും? അലിഞ്ഞ് തീർന്നോണ്ടിരിക്കും. അത് മാറ്റി പുതിയത് വെച്ചാലേ പിന്നീട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പം റീസൺ പറയുന്നത് എന്താ? മെറ്റൽ ആനോഡ് continuously dissolved as ion in solution and is to be replaced periodically. അടുത്തത് മൂന്നാമത്തേത് പറയുന്നത് എഴുതിക്കും. The electrolyte must contain ions of metal which is to be plated on the article. കാരണം ആ ഇലക്ട്രോലൈറ്റ് ആദ്യം ഡിസോസിയേറ്റ് ചെയ്ത് അയോൺ ആവും. ആ അയോൺ ആണ് ആദ്യം പോയി കാഥോഡ് പറ്റി പിടിക്കുന്നത്. ആ അയോൺ തീരുന്നതിനനുസരിച്ചാണ് ആനോഡിൽ നിന്ന് അലിഞ്ഞ് അത് റീപ്ലേസ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ഇത് കോപ്പർ, ഇതും കോപ്പർ ആണ്. ഇത് ഞാൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഒഴിക്കുക. ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ ഈ കോപ്പർ സൾഫേറ്റ് Cu2+SO2- ഈ Cu2+ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് പോയി ഡെപ്പോസിറ്റ് ചെയ്യും. ഇതിനകത്തെ Cu2+ തീരുന്നതിനനുസരിച്ച് ഈ Cu എന്ത് ചെയ്യും? ഇതിനകത്തോട്ട് Cu2+ ആയിട്ട് അലിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം ഈ ഇതാണല്ലോ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. ഇതിന്റെ മണ്ടയ്ക്കാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ആനോഡിന്റെ തന്നെ കോമൺ അയോൺ ഉള്ള ഇലക്ട്രോലൈറ്റ് വേണം നമ്മൾ എടുക്കാനായിട്ട്. എന്നാലേ നടക്കത്തുള്ളൂ. ഓക്കെ ആണല്ലോ? അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, നമുക്കത് നോക്കാം. ആർട്ടിക്കിൾ അപ്പൊ ഇങ്ങനെ എടുക്കാം. റീസൺ എഴുതാ ഇങ്ങനെ. റീസൺ എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റ് dissociate into ions of the metal which migrate towards cathode
and are deposited as neutral atom at the cathode. അതുപോലെ നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് a low current for a longer time should be used. Because higher current leads to uneven deposition of metal. Okay, uneven deposition എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മൾ ഹൈ കറണ്ട് കൊടുത്തു വിട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോയി കാഥോഡിൽ പോയിട്ട് ഇവിടെ ചിലപ്പോൾ അങ്ങ് കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യും. നമുക്ക് എന്ത് വേണ്ടത്? നമുക്ക് എല്ലായിടത്തും ഒരേ തിക്നെസ്സിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. കണ്ടോ, ഇങ്ങനെ ഡെപ്പോസിഷൻ. പക്ഷേ ഹൈ കറണ്ട് കൊടുത്ത് ചിലപ്പോൾ ഒരു പാർട്ടി പോയിട്ട് നല്ല ഡെപ്പോസിഷൻ ഒക്കെ നടക്കും. അപ്പം നമുക്ക് എന്താ, ഇപ്പം ഒരു സ്വർണ്ണ വാച്ച് സ്വർണ്ണം പൂശാൻ വേണ്ടി നമ്മൾ കാഥോഡായിട്ട് വെക്കുകയാണെങ്കിൽ സ്വർണ്ണ വാച്ചിന്റെ എന്താണ് ആ ഡയലിന്റെ സൈഡിൽ മാത്രം സ്വർണ്ണം കട്ടിക്ക് പിടിച്ചിരുന്ന കാര്യം നടക്കും. ഇല്ല, ആ ചെയിന്റെ എല്ലായിടത്തും എന്ത് ചെയ്യണം? ഒരേപോലെ ഡെപ്പോസിഷൻ നടക്കണം. ഹൈ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നടക്കത്തില്ല. അതാണ് അതിന്റെ കാരണം. ഓക്കെ ആണോ? ഇനി അടുത്തത് അഞ്ചാമത്തേത് a direct current. Reason is because higher current leads to uneven deposition. അഞ്ചാമത്തേത് a direct current is used, should be used. Direct current should be used. Direct current should be used instead of alternating current. അതിന്റെ റീസൺ പറയുന്നത് AC current causes discharge and ionization to alternate at the cathode. Thus, giving no effective protection. അതിന്റെ കാര്യം എന്താണെന്നറിയോ? ഇപ്പം ഇതിനകത്ത് നമ്മൾ ആനോഡ് കാഥോഡ് മുക്കി വെച്ചിട്ട് ബാറ്ററി അല്ലേ കൊടുക്കുന്നത്. ബാറ്ററി കൊടുക്കാതെ ഡയറക്റ്റ് ആയിട്ട് ആൾട്ടർനേറ്റിംഗ് ആണ് നമ്മുടെ വീട്ടിലെ സ്വിച്ച് ബോർഡ് ഒരു കണക്ഷൻ എടുത്തിട്ട് അതിങ്ങനെ കൊടുത്തിരിക്കും. AC സോഴ്സ് നമ്മളിങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഒരു പ്രശ്നം എന്താ അറിയോ? സ്വിച്ച് ഇത് നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് ഇതേ കൊടുത്തുകൊണ്ടാണ് ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ആയത്. എന്നാൽ ഇത് AC കറണ്ട് എപ്പോഴും പോസിറ്റീവ് നെഗറ്റീവ് ചേഞ്ച് ചെയ്തു. അപ്പൊ ആദ്യം ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ്. അടുത്ത ACയുടെ സൈഡിൽ ഇത് നെഗറ്റീവ് ഇത് പോസിറ്റീവ് ആണ്. അപ്പൊ ഇത് നെഗറ്റീവ് ഇത് പോസിറ്റീവ് ആകുമ്പോൾ നേരത്തെ നടക്കുന്ന റിയാക്ഷൻ എല്ലാം തിരിച്ചു നടക്കും, ഇല്ലേ? വീണ്ടും ഒരു സൈക്കിൾ ആകുമ്പോൾ വീണ്ടും ഇത് നേരെ തിരിച്ചു മാറി തിരിഞ്ഞാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വ്യക്തമായിട്ട് ഒരു സാധനം കോട്ട് ചെയ്യൂ.
കോട്ട് ചെയ്യുന്ന സാധനം വീണ്ടും ഇതിനകത്തോട്ട് വീണ്ടും വരും. അങ്ങനെ ഒരു എന്താണ് അവിടെ കൃത്യമായിട്ട് എഫക്റ്റീവ് കോട്ടിങ് നടക്കത്തില്ല. മനസ്സിലായോ? കാരണം ഈ ആനോഡ് കാഥോഡ് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. അതാണ് അവിടെ പറയുന്നത് ആൾട്ടർനേറ്റീവ് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ. നിങ്ങളുടെ ആ ടെക്സ്റ്റിനകത്ത് ആ കണ്ടീഷൻ ഫോർ ഇലക്ട്രോപ്ലേറ്റിംഗ് തന്നെയാണ് കേട്ടോ തന്നിരിക്കുന്നത്. അതിനകത്ത് പിന്നെ ഞാൻ കുറച്ച് എന്റേതായിട്ടുള്ള രീതിയിൽ തന്നിരിക്കുന്നുണ്ട്. ഇനി നോക്കിയോ, ഇലക്ട്രോപ്ലേറ്റിംഗ് ഓഫ് ആൻ ആർട്ടിക്കിൾ വിത്ത് സിൽവർ. എഴുതിക്കോ, ഇലക്ട്രോപ്ലേറ്റിംഗ് ഓഫ് ആൻ ആർട്ടിക്കിൾ വിത്ത് സിൽവർ. അപ്പൊ ഒരു സിൽവർ എന്ത് ചെയ്യണം? സിൽവർ ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ കോട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ എന്താ ആദ്യം എടുക്കേണ്ടത്? ആദ്യം നമ്മൾ ഒരു ബീക്കർ എടുക്കുക. എന്നിട്ട് ഞാൻ അതിനകത്ത് ഒരു ആനോഡ് എടുക്കുന്നു. കാഥോഡിന് വേണം ഞാൻ എന്തിലാണോ കോട്ട് ചെയ്തത് അതിനെ കാഥോഡായിട്ട് എടുക്കുന്നത്. ഞാനൊരു സ്പൂൺ എടുത്തിരിക്കുന്നു. ഇത് ഒരു സ്പൂണാന്ന് വിചാരിക്കുക. ഇതൊരു സ്പൂണാണ്. ഓക്കെ. ഇപ്പം ഈ സ്പൂണിൽ എന്താണോ കോട്ട് ചെയ്യേണ്ടത് ആ കോട്ട് ചെയ്യേണ്ട സാധനം ആനോഡായിട്ട് എടുക്കുക. അപ്പൊ സിൽവർ ആണ്. അപ്പൊ ഇതെന്തായിട്ട് എടുക്കുക? ഇത് സിൽവർ ആയിട്ട് എടുക്കുക. ഇത് ഇവിടുത്തെ ആനോഡാണ്. ഇത് ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്തു. സ്പൂൺ കാഥോഡിന് അല്ല നമ്മുടെ ഇതിന് നെഗറ്റീവ് കണക്ട് ചെയ്തു. ഓക്കെ ആണല്ലോ? അപ്പൊ സ്പൂണ് നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറി. സ്പൂണിന് നെഗറ്റീവ് ചാർജ്. ഇത് എന്താണ്? ഇത് ആനോഡാണ്. അത് സിൽവർ ആണ്. സിൽവർ ആയിട്ട് എടുത്തു. ഇത് കാഥോഡാണ്. കാഥോഡ്. ഇത് ഞാനിപ്പോ സ്പൂൺ ആയിട്ട് എടുത്തിരിക്കുന്നത്. സ്പൂൺ ആർട്ടിക്കിൾ ടു ദി കോട്ടൺ. ഈ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എന്ത് എടുക്കണം? കാഥോഡിന്റെ കോമൺ അയോൺ ആയിട്ടുള്ള ഒരു ഇലക്ട്രോലൈറ്റ് വേണം എടുക്കാൻ. കാഥോഡിന്റെ അയോൺ ഏതാ? കാഥോഡ് ഏജിയുടെ അയോൺ ഏതാ? Ag+ അയോൺ ഉള്ള ഒരു ഇലക്ട്രോലൈറ്റ് വേണം എടുക്കാനായിട്ട്. ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് നോക്കിയോ. അപ്പം ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്നത് സോഡിയം അർജന്റോ സൈനൈഡ് എന്ന് പറഞ്ഞ ഒരു ഇതിനെയോ അല്ലെ പൊട്ടാസ്യം അർജന്റോ സൈനൈഡ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രോലൈറ്റ് ആണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ നോക്കിയോ, ഇവിടെ നമുക്കിവിടെ ആനോഡായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് എന്താണ്? സിൽവർ. കാഥോഡായിട്ട് ഞാൻ എന്തിനാണ് എടുത്തിരിക്കുന്നത്? കാഥോഡായിട്ട് എടുത്തിരിക്കുന്നത് ആർട്ടിക്കിൾ ടു ബി കോട്ടൺ. സ്പൂണാണ് എഴുതാനാ. വരയ്ക്കണം, എഴുതണം. എന്നിട്ട് ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് രണ്ടെണ്ണം നമുക്ക് എടുക്കാം. ഒന്നെങ്കിൽ സോഡിയം അർജന്റോ സയനൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം അർജന്റോ സയനൈഡ്. പൊട്ടാസ്യം അർജന്റോ സയനൈഡ്. അപ്പോൾ ഒന്നെങ്കിൽ എൻ്റെ ഇവിടെ ഇങ്ങനെ എടുക്കാം നമുക്ക്. അതായത് സോഡിയം അർജന്റോ സയനൈഡ് Na സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, Ag വീണ്ടും നോർമൽ ബ്രാക്കറ്റ് എഴുതി Cn ട്വൈസ് സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അതേപോലെ സോഡിയം ഇതിന്റെ അതേപോലെ തന്നെയാണ്. സോഡിയത്തിന്റെ പൊട്ടാസ്യത്തിന്റെ K എഴുതുക, AgCN ട്വൈസ്. ഇതാണ്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനായിരിക്കും നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഡിസോസിയേഷൻ നോക്കാം. അതായത് ഡ്യൂറിങ് ഇലക്ട്രോലിസിസ് എന്ന് പറയുമ്പോൾ എന്തായാലും ഈ ഇലക്ട്രോലൈറ്റ് അയോൺ ആയിട്ട് മാറും അല്ലേ? ഞാനിപ്പോ ഇവിടെ എടുത്തിരിക്കുന്നത് NaAgCN 2 തവണയാണ്. ഇതിനെ ഞാൻ ഡിസോസിയേറ്റ് ചെയ്യുക. അപ്പൊ എന്താണെന്നറിയാമോ? ഇത്രയും അയോൺ ഉണ്ടാവും. Na+ ഉണ്ടാകും, പ്ലസ് Ag+ ഉണ്ടാവും, പ്ലസ് Cn 2 ഉള്ളത് 2Cn- അയോൺ ഉണ്ടാവും. ഓക്കെ ആണല്ലോ? ഇത് അക്വസ് ആണ്. ഇത് അക്വസ് ആയതുകൊണ്ട് തന്നെ വാട്ടറും ഉണ്ടാവും ഇതിനകത്ത്. ഇലക്ട്രോലൈറ്റ് അക്വസ് ആണ്. അക്വസ് സൊല്യൂഷൻ ഓഫ് അല്ലെങ്കിൽ എന്താണ് സോഡിയം അർജന്റോ സയനൈഡ് സൊല്യൂഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. വാട്ടറും ഉണ്ടാവും അതിനകത്ത്. വാട്ടറിനെ ഡിസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് വാട്ടറിനെ അയണൈസ് ചെയ്യാവുന്നതാണ്. അയണൈസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ H+ ഉം OH- ഉണ്ടാവും. ഓക്കെ ആണല്ലോ? ഇനി കാഥോഡിൽ എന്ത് റിയാക്ഷൻ ആണ് നടക്കുന്നത്? അറ്റ് കാഥോഡിൽ എന്ത് റിയാക്ഷൻ നടക്കും? ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ചേ. ഇതിനകത്ത് ആരുണ്ട്? ഇപ്പം ഇതിനകത്ത് Ag+ ഉണ്ടല്ലോ ഇല്ലേ? ഈ Ag+ എന്ത് ചെയ്യും? Ag+ നേരെ നെഗറ്റീവ് ആയിട്ടുള്ള ഇതിലോട്ട് പോയിട്ട് ഒരു ഇലക്ട്രോണെ വാങ്ങിച്ചിട്ട് Ag ആയിട്ട് നടക്കും. അങ്ങനെ പല സാധനങ്ങൾ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് സ്പൂണിന്റെ മണ്ടയ്ക്ക് ഫുൾ എന്ത് ചെയ്യും? സിൽവർ കോട്ടിങ് വരും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? Ag കാഥോഡിൽ നിന്നുള്ള ഒരു ഇലക്ട്രോണെ വാങ്ങിച്ച് Ag+ കാഥോഡിൽ നിന്നുള്ള Cn-. ഇവിടെ ശ്രദ്ധിച്ചിട്ട് എഴുതുക. ഇത് ഇവിടെ അവിടെ അത് എഴുതിക്കൊണ്ടിരുന്നെങ്കിൽ ഇത് മനസ്സിലാവും. ഇവിടെ ശ്രദ്ധിക്കേ.
Ag++1 ഇലക്ട്രോൺ ഗീവ്സ് എന്തായിട്ട് മാറും? Ag ആയിട്ട് പോയി അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. ഇവിടെ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ അല്ലേ നടന്നത്? ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ആണ് നടന്നത്. അപ്പൊ ഇവിടെ എന്താ? ഇവിടെ റിഡക്ഷൻ ആണ് നടന്നത്. ഓൾവേസ് എപ്പോഴും അങ്ങനെ ആയിരിക്കും. ഇനി മറ്റേ ആനോഡിൽ എന്ത് സംഭവിച്ചു? മറ്റേ ആനോഡിൽ എന്താ സംഭവിച്ചത്? ആനോഡിൽ എന്ത് സംഭവിക്കും? ഇവിടത്തെ Ag+ ഈ സൊല്യൂഷനകത്ത് Ag+ ഇവിടെ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് തീർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇതിനകത്തുള്ള Ag+ എന്ത് ചെയ്യും? ഇതിനകത്തോട്ട് ഡിസോൾവ് ചെയ്യാൻ തുടങ്ങും. അതെങ്ങനെയാ? ഇതിനകത്തുള്ള Ag ഒരു ഇലക്ട്രോണിനെ യൂസ് ചെയ്തിട്ട് Ag+ ആയിട്ട് എന്ത് ചെയ്യും? അതിനകത്തോട്ട് അടിയും. അപ്പൊ അതിന് ഇങ്ങനെ ആനോഡില് ആ ആനോഡിനകത്തുള്ള Ag സിൽവർ, അതായത് ന്യൂട്രൽ ആറ്റം ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് Ag+ ആയിട്ട് അടിയും. ഇവിടെ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്. അതുകൊണ്ട് അവനെ നമ്മൾ ഓക്സിഡേഷൻ പറയും. ഇത്രയുമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നെഗറ്റീവ്, ഇവിടെ എപ്പോഴും ആലോചിക്കേണ്ടത് ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയുണ്ട്? OH- ഉണ്ട്, Cn- ഉണ്ട്. ഇവര് ശരിക്കും എങ്ങോട്ടാ പോകേണ്ടത്? ഇവര് ശരിക്കും ആനോഡിലായിട്ടാണ് പോകേണ്ടത്. പക്ഷെ ആനോഡിൽ ഇവര് പോകുമ്പോൾ ആനോഡ് അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? ആനോഡ് ഒരു ഇലക്ട്രോണെ വിട്ടിട്ട്, അത് ആക്റ്റീവ് ഇലക്ട്രോണാണ്. ആനോഡ് ഒരു ഇലക്ട്രോണെ ലൂസ് ചെയ്തിട്ട് ആനോഡ് അവിടെ അലിഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെ ഇവർ അവിടെ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും? മനസ്സിലായോ? ഇനേർട്ട് ആയിട്ടുള്ള ഇലക്ട്രോഡ് ആണെങ്കിൽ എന്താ ഇവരവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? കാരണം അപ്പൊ അവിടെ ആനോഡ് റിയാക്ഷനിൽ പങ്കെടുത്തിട്ടില്ല. മനസ്സിലായോ? അപ്പം ഇവിടെ രണ്ടു മൂന്ന് കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ഈ ഇലക്ട്രോളിസിസിൽ എപ്പോഴും എന്താണ് തിക്നെസ്, അതായത് ഇതിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന തിക്നെസ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ പാസ് ചെയ്യുന്ന കറണ്ടാണ്. സ്ലോ കറണ്ട് ആയിട്ട് പാസ് ചെയ്യുകയാണെങ്കിൽ എല്ലായിടത്തും ഒരേപോലെ പോയി ഡെപ്പോസിറ്റ് ചെയ്യും. അൺഈവൻ ഡെപ്പോസിറ്റ് നടക്കത്തില്ല. രണ്ട്, ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ആനോഡ് ഡിസോൾവ് ചെയ്തുകൊണ്ടേയിരിക്കും. മൂന്ന്, ഇവിടെ ആ സൊല്യൂഷൻ ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം എന്താ? മറ്റേ ഇനോർട്ട് ആയിട്ടുള്ള ഇലക്ട്രോഡ് ഉപയോഗിക്കുമ്പോൾ ഇതിനകത്ത് എന്താണ് അയോൺസ് ഫുൾ അവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിയാക്ഷൻ നടക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അന്ന് പഠിച്ചത് CuSO4 ആദ്യം ഫെയ്ഡ് ആയിട്ട് പിന്നെ കളർലെസ് ആയിട്ട് മാറും. അതായത് Cu2+ പോയി അവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടാണ്. ഇവിടത്തെ കേസിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഇലക്ട്രോലൈറ്റിനകത്ത് Ag+ തീർന്നാലും ആനോഡ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ആനോഡ് Ag+നെ സപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? ആ ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. വേറൊരു കാര്യം കൂടെ പറയാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ സിൽവർ അർജന്റ് സയനൈഡ് ഉപയോഗിക്കുന്നതിന് പകരം സിൽവറിന്റെ തന്നെ അയോൺ ഉള്ള വേറൊരു സോൾട്ട് സൊല്യൂഷൻ ആണ് സിൽവർ നൈട്രേറ്റ്. സിൽവർ നൈട്രേറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് സിൽവർ നൈട്രേറ്റ് ഉപയോഗിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിൽവർ നൈട്രേറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ ഭയങ്കര സ്പീഡിൽ നടക്കും. ഭയങ്കര സ്പീഡിൽ നടന്നാൽ എന്ത് സംഭവിക്കുന്നറിയോ? അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൺഈവൻ ഡെപ്പോസിഷൻ നടക്കും. അതായത് കൃത്യമായിട്ട് ഒരേ തിക്നെസ്സിൽ കോട്ട് ആവത്തില്ല. അതാണ് അതിന്റെ കാര്യം. പരീക്ഷ ഒരു പ്രാവശ്യം ചോദിച്ചാണ് വൈ വി യൂസ് സിൽവർ അർജന്റ് സയനൈഡ് ഇൻസ്റ്റെഡ് ഓഫ് സിൽവർ നൈട്രേറ്റ്. അതിന്റെ റീസൺ അത് എഴുതിക്കോ, ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതിക്കോ. If silver nitrate solution is used directly instead of double cyanide. Double cyanide എന്ന് പറയുമ്പോൾ സിൽവർ അർജന്റോ സയനൈഡ്, double cyanide of sodium and silver. The deposition of silver will be very fast and hence not very smooth and uniform.
ഓക്കെ, അടുത്ത നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് ഓഫ് നിക്കൽ ആണ് പഠിക്കാൻ പോകുന്നത്. ഇലക്ട്രോ പ്ലേറ്റിംഗ് ഓഫ് നിക്കൽ. നിക്കൽ വേറൊരാളുടെ മണ്ടയ്ക്ക് കോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്താ, ഞാൻ പടം ഒന്നും വരയ്ക്കുന്നില്ല. നമ്മൾ എന്താ ആനോഡായിട്ട് എടുക്കേണ്ടത് എന്തായിരിക്കണം? നിക്കലാണ് കോട്ട് ചെയ്യേണ്ടതെങ്കിൽ നിക്കലിനെ വേറൊരാളുടെ മണ്ടയ്ക്ക് കോട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ കോട്ട് ചെയ്യേണ്ടത് ആരെയാണോ അവനെ എപ്പോഴും ആനോഡായിട്ട് എടുക്കണം. അപ്പം ഇതെന്തായിരിക്കണം? ആനോഡ് എന്തായിരിക്കണം? ആനോഡ് നിക്കലായിരിക്കണം. ശരിയല്ലേ? ആണോ? ഓക്കെ, കാഥോഡ് എന്തായിരിക്കണം? നിക്കൽ ആറ് മണ്ടയ്ക്കാണോ കോട്ട് ചെയ്യേണ്ടത് അവൻ, അതായത് ആർട്ടിക്കിൾ ടു ബി പ്ലേറ്റഡ്. നേരത്തെ നമ്മൾ സ്പൂൺ എടുത്തത്, ഇപ്പൊ ഞാൻ ആർട്ടിക്കിൾ ടു ബി പ്ലേറ്റഡ് മാത്രമേ എഴുതുന്നു. ഇലക്ട്രോലൈറ്റ് എന്തായിരിക്കണം അവിടെ? എന്താണോ കോട്ട് ചെയ്യേണ്ടത് അതിന്റെ കോമൺ അയോൺ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ വേണം ഇലക്ട്രോലൈറ്റ് ആയിട്ട്. അപ്പൊ ഇവിടെ നിക്കൽ കോട്ട് ചെയ്യുന്നെങ്കിൽ നിക്കലിന്റെ ഒരു സോൾട്ട് വേണം ഉപയോഗിക്കാൻ. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്നത് നിക്കൽ സൾഫേറ്റ് ആണ്, NiSO4 സൊല്യൂഷൻ ആണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുന്നത്. ഒന്നെങ്കിൽ അക്വസ് NiSO4 എഴുതാം, അല്ലെങ്കിൽ NiSO4 സൊല്യൂഷൻ എഴുതാം. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഡ്യൂറിങ് ഇലക്ട്രോലൈസിസ് എന്ത് സംഭവിക്കും? ഡ്യൂറിങ് ഇലക്ട്രോലൈസിസ് എന്ത് സംഭവിക്കും? നമുക്കറിയാം സൊല്യൂഷൻ ആയതുകൊണ്ട് NiSO4 ഡിസോസിയേറ്റ് ചെയ്യും, Ni2+ ആയിട്ടും SO4 2- ആയിട്ടും. അതേപോലെ വാട്ടറും സൊല്യൂഷൻ ആയതുകൊണ്ട് വാട്ടറും H2O എന്ത് ചെയ്യുന്നു? H+ ആയിട്ടും OH- ആയിട്ടും ഡിസോസിയേറ്റ് ചെയ്യും. ഇനി കാഥോഡിൽ എന്താ നടക്കുന്നത്? അറ്റ് കാഥോഡിൽ എന്ത് സംഭവിക്കും? കാഥോഡിൽ എന്താ സംഭവിക്കുന്നത്? കാഥോഡിൽ നിക്കൽ സൊല്യൂഷനകത്തുള്ള നിക്കൽ 2+ അയോൺസ് 2 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ട് നിക്കലായിട്ട് കാഥോഡിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യും. ശരിയല്ലേ? ആനോഡിൽ എന്താ സംഭവിക്കുന്നത്? അറ്റ് ആനോഡിൽ എന്ത് സംഭവിക്കും? ആനോഡിലുള്ള നിക്കൽ പ്ലേറ്റ് 2 ഇലക്ട്രോണെ ലൂസ് ചെയ്തിട്ട് നിക്കലായിട്ട് നിക്കൽ 2+ അയോൺസ് ആയിട്ട് ആ സൊല്യൂഷനകത്ത് ലയിക്കും. ഇവിടെയും നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ആനോഡിൽ പോവും, പക്ഷെ അവിടെ ഡിസ്ചാർജ് നടക്കത്തില്ല. കാരണം എന്താ? അപ്പോഴത്തേക്കും ആനോഡ് അലിഞ്ഞു തുടങ്ങും. ഓക്കെ, അപ്പൊ നമ്മള് ഇലക്ട്രോലിസിന്റെ ആപ്ലിക്കേഷൻ ആയിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇലക്ട്രോ പ്ലേറ്റിംഗ് ഓഫ് മെറ്റൽ ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. 2 ഇലക്ട്രോ പ്ലേറ്റിംഗ് പഠിച്ചു, അതിന്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അതിന്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് ഓഫ് മെറ്റൽ, അതായത് നമ്മള് ഭൂമിയിൽ നിന്നാണല്ലോ നമുക്ക് മെറ്റൽസ് കിട്ടുക. ആ മെറ്റൽസ് പ്യൂർ ഫോമിലല്ല കിട്ടുന്നത്. മെറ്റൽസിനെ പല പ്രോസസ്സ് വഴി നമ്മൾ പ്യൂരിഫൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. അതിൽ ഏറ്റവും അവസാനത്തെ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നതാണ് ഇലക്ട്രോലിസിസ്. ഇലക്ട്രോലിസിസ് വെച്ച് നമുക്ക് പ്യൂർ മെറ്റലിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് നിങ്ങളുടെ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് കോപ്പർ ആണ്. ഓക്കെ, ഞാൻ പടം വരയ്ക്കുന്നില്ല, പകരം ഞാൻ ഈ പടം അല്ലാതെ വേറൊരു പടം ഞാൻ വരയ്ക്കാമേ നോക്കിക്കോ. അപ്പൊ എഴുതിക്കോ, രണ്ടെന്ന് എഴുതിയിട്ട് ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് ഓഫ് മെറ്റൽ. It is a process by which metals containing impurities are purified electrolytically to give a pure metal. പ്യൂർ അല്ലാത്ത ഒരു മെറ്റലിനെ പ്യൂർ ആക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ റിഫൈനിങ് ഓഫ് കോപ്പർ ആണ് എക്സാമ്പിൾ എടുക്കാൻ പോകുന്നത്. റിഫൈനിങ് ഓഫ് കോപ്പർ. ഞാൻ ഈ പടമല്ലേ, നിങ്ങളുടെ ടെക്സ്റ്റിനകത്തെ പടമല്ല ഞാൻ തരാൻ പോകുന്നത്, പകരം വേറൊരു പടമാണ് തരാൻ പോകുന്നത്. പക്ഷെ ടെക്സ്റ്റിനകത്തെ സാധനം തന്നെയാണ് കേട്ടോ. കാരണം ഈ ടെക്സ്റ്റിനകത്ത് ഇച്ചിരി വേറെ രീതിയിലാണ് പടം വരച്ചിരിക്കുന്നത്. നമുക്ക് അത് വേണ്ടാന്ന് നോക്കിക്കോളൂ. നമുക്ക് ഈ പടം എന്റെ കൂടെ വരയ്ക്കണേ. ഞാനൊരു നോക്കിക്കോ, ഇത് ഞാൻ പ്യുവർ കോപ്പർ എടുത്തിരിക്കുന്നത്. പ്യുവർ കോപ്പർ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നോക്കിക്കോ, ഇത് പ്യുവർ കോപ്പർ.
അല്ല സോറി, ഇത് ഇംപ്യൂർ കോപ്പർ. ഇംപ്യൂർ കോപ്പർ അയൺ ഇംപ്യൂർ കോപ്പർ ഇംപ്യൂർ പ്യൂർ കോപ്പർ ഇംപ്യൂർ ആണ്. ഇംപ്യൂർ ആണ്. എന്നിട്ട് ഇപ്പുറത്തെ ഒരു കാഥോഡ് എടുത്തിട്ട് അതിനെ ഞാൻ പ്യുവർ കോപ്പർ എന്നിട്ട് ഇതിനെ ഞാൻ ബാറ്ററി പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഒഴിച്ചു. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആരൊക്കെയുണ്ട്? CuSO4 H2O അല്ലേ? അല്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾ എപ്പോഴും ആലോചിച്ചോണം, ഇവിടെ എപ്പോഴും നിങ്ങൾ ആലോചിച്ചോണം, ഇവിടെ നോക്കണം, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ആനോഡായിട്ട് എന്താ എടുക്കേണ്ടത്? ആനോഡായിട്ട് ഇംപ്യൂർ കോപ്പർ എടുത്തിരിക്കുന്നത്. ഓക്കെ. കാഥോഡായിട്ട് എന്താ എടുത്തിരിക്കുന്നത്? കാഥോഡായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് പ്യുവർ കോപ്പർ. ഇലക്ട്രോലൈറ്റ് ആയിട്ട് എന്താ എടുത്തിരിക്കുന്നത്? അക്വസ് CuSO4 സൊല്യൂഷൻ ആണ് എടുത്തിരിക്കുന്നത്. ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇലക്ട്രോലിസിസ് നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഡ്യൂറിങ് ഇലക്ട്രോലിസിസ് എന്ത് സംഭവിക്കും? CuSO4 എന്തായിട്ട് മാറുന്നു? Cu2+ ഉം SO4 2- ആയിട്ട് മാറുന്നു. H2O എന്തായിട്ട് മാറുന്നു? H+ ആയിട്ടും OH- ആയിട്ടും മാറുന്നു. നേരത്തെ പോലെ തന്നെ ഇവിടെ നോക്കിക്കോണേ, ഇവിടെ എല്ലാവരും നോക്കിക്കോണേ. അപ്പം ഇവിടെ ഇപ്പം Cu2+ അയോൺ ഉണ്ട്. Cu2+ അയോൺ എന്ത് ചെയ്യും? നേരെ കാഥോഡിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ശ്രദ്ധിച്ചോണം. അതായത് അറ്റ് കാഥോഡ് ശ്രദ്ധിച്ചിട്ട് എഴുതാവേ. അറ്റ് കാഥോഡിനകത്ത് Cu2+ സൊല്യൂഷനകത്ത് ഇപ്പൊ ഫോം ചെയ്ത Cu2+ അയോൺ 2 ഇലക്ട്രോണിനെ കാഥോഡിൽ നിന്ന് ഗെയിൻ ചെയ്തിട്ട് കാഥോഡിൽ കോപ്പർ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ. അപ്പം ഇതിനകത്തുള്ള Cu2+ അയോൺസ് ഫുള്ള് തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഈ ഇംപ്യൂർ കോപ്പറിലെ ആ കോപ്പർ അയോണിനെ കൊടുക്കും അല്ലേ? എന്ത് ചെയ്യും? ആനോഡിൽ എന്താ സംഭവിക്കുന്നത്? അറ്റ് ആനോഡിൽ എന്ത് സംഭവിക്കും? ആനോഡിൽ Cu 2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് Cu2+ അയോൺ ആയിട്ട് മാറും. അപ്പൊ നോക്കിയോ, അപ്പം ഇതിനകത്തെ Cu2+ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇതിനകത്തെ Cu2+ ആയിരിക്കൊണ്ടിരിക്കുക. ഇത് പ്യുവർ ആണോ ഇംപ്യൂർ ആണോ? അത് ഇംപ്യൂർ ആണ്. അപ്പൊ അതിനകത്ത് Cu2+ അയോൺസ് മാത്രമല്ലാതെ വേറെ കുറെ ആൾക്കാർ, അതായത് അയോണൈസ് ചെയ്യാത്ത ആൾക്കാരും ചെയ്യുന്ന ആൾക്കാരും ഒക്കെ കാണും. അവരൊക്കെ എന്ത് ചെയ്യുന്ന അറിയാമോ? ബാക്കിയുള്ളവരെല്ലാം അലിഞ്ഞു, അവരെന്ത് ചെയ്യത്തില്ല? ഇതിനകത്തെ കോപ്പർ എല്ലാം അലിഞ്ഞു പോയി. ബാക്കി ആൾക്കാർ എന്ത് ചെയ്യത്തില്ല? അലിയത്തില്ല. അത് അലിയാതെ എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ താഴെ വന്ന് ഇങ്ങനെ കിടക്കും. ഇതിനെ ആനോഡ് മണ്ടെന്ന് പറയും. അപ്പൊ അത് പ്യുവർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ എവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്തു? ഇപ്പുറത്തുനിന്ന് കാഥോഡിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പം അത് അലിയാത്ത ആൾക്കാരെല്ലാം എന്ത് ചെയ്തു? അലിയാതെ അതിന്റെ താഴെ ഓൾറെഡി ഇതിന്റെ ഇടയിലൊക്കെ കയറി ഇരിക്കുമായിരിക്കും. മനസ്സിലായോ? അത് അലിഞ്ഞു പോയപ്പോഴത്തേക്കും ബാക്കിയുള്ള എല്ലാം അവിടെ താഴെ കിടന്നു. അതിനെ ആനോഡ് മഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഇത് സംഭവിച്ചു. ബാക്കി നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് സം ഇമ്പ്യൂരിറ്റീസ് which are insoluble get collected near anode and is called anode mud. നമ്മൾ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് വഴി പ്യൂരിഫൈ ചെയ്യുന്ന മെറ്റല് സിങ്ക് പ്യൂരിഫൈ ചെയ്യും, ലെഡ്, അതേപോലെ മെർക്കുറി, അതേപോലെ തന്നെ സിൽവർ, അതേപോലെ തന്നെ കോപ്പർ ആർ റിഫൈൻഡ് using refined by electrons. അഭിനവ് ഓക്കെ ആണോ? സന ഓക്കെ ആണോ? ദിവ്യ ഓക്കെ ആണോ? ഓക്കെ സർ. ഇനിയിപ്പോ അടുത്ത നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആണ് ഇലക്ട്രോ മെറ്റലർജി എന്ന് പറയുന്നത്. അതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ
ചെറിയൊരു പ്രശ്നമുണ്ട്. ഏതാ? സ്കൂളിലത്തെ എല്ലാം തീർത്തു. കേട്ടില്ല. സ്കൂളിലത്തെ ടോപ്പിക്സ് എല്ലാം തീർത്തു ഇന്നുകൊണ്ട്. കേൾക്കുന്നില്ലേ? ഓക്കെ. ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ കേൾക്കാവോ? ആ കേൾക്കാം പറഞ്ഞോ. അല്ല സാറേ, സ്കൂളിലത്തെ എല്ലാം തീർത്തു ഇന്നുകൊണ്ട്. ഇന്നാ തീർത്തല്ല. എനിക്ക് മോൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ല, ഇങ്ങനെ വിട്ടുവിട്ടാ കേൾക്കുന്നത്. എന്താ എഴുതാനുണ്ടെന്നാണോ പറഞ്ഞേ? ഒന്നുമില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയക്ക് എനിക്ക്. എനിക്ക് മോൻ പറയുന്നതല്ല, ഇങ്ങനെ വിട്ടുവിട്ടാ കേൾക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്ക് എഴുതിക്കോളൂ, ഇലക്ട്രോ മെറ്റലർജി. അതോടെ എഴുതിക്കോളൂ, ഇലക്ട്രോ മെറ്റലർജി. ഈ ഇലക്ട്രോ മെറ്റലർജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? അതായത് നമ്മള് ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിനെ നമുക്ക് നോർമൽ എക്സ്ട്രാക്ടിങ് മെത്തേഡ് വെച്ചിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ഏതൊക്കെയാ? സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം. ഈ 4 ആൾക്കാർ ഹൈ റിയാക്റ്റീവ് ആണ്. അലൂമിനിയം കൂട്ടി. ഇവരെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോൾ ഇവരെ നോർമൽ മെത്തേഡ് വെച്ചിട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. പല മെത്തേഡ് ഉണ്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പൊ ഇവരെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ആകെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഈ ഇലക്ട്രോളിസിസ്. അതാണ് ഇലക്ട്രോ മെറ്റലർജി എന്ന് പറയുന്നത്. നമ്മൾ അതിനകത്തെ ഒരു ഇങ്ങനെ വേണേ എടുക്കാം. അതായത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് extraction of metal by electrolysis. അടുത്ത ഡോട്ട് എഴുതുക. metals which are higher in the electrochemical series such as potassium, calcium, sodium, magnesium, aluminum are extracted by electrolysis. അതിന്റെ റീസൺ പറയും. റീസൺ ചോദിക്കും, എന്തുകൊണ്ടാണ് ഇവരെ ഇലക്ട്രോളിസിസ് അല്ലാത്ത വേറെ ഒരു മെത്തേഡും കൊണ്ട് ഇത് ചെയ്യിക്കാൻ പറ്റാതെ ചോദിച്ചാൽ ഹൈലി റിയാക്റ്റീവ്. അവർ പെട്ടെന്ന് തന്നെ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനുമായിട്ടും വാട്ടറും ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് എക്സോതെർമിക് റിയാക്ഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് നോർമൽ റിയാക്ഷൻ വെച്ചിട്ട് അവരെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ? because these metals have a strong affinity for oxygen, and their oxides are highly stable. So a reduction using common reducing agent is not possible. നമുക്ക് 2-3 എക്സാമ്പിൾ അവർ തന്നിട്ടുണ്ട്. നമ്മള് എന്താ ചെയ്യുന്നതെന്ന് അറിയാം? നമ്മള് പൊട്ടാസ്യത്തിനെ ഇലക്ട്രോലിസിസ് വഴി എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്? പൊട്ടാസ്യം എങ്ങനെയാണെന്നറിയോ? നമ്മള് പൊട്ടാസ്യത്തിന്റെ ഏതെങ്കിലും ഒരു സോൾട്ടിനെ, മോൾട്ടൺ സോൾട്ടിനെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കും. അതിനകത്ത് 2 ഇനേർട്ട് ഇലക്ട്രോഡ് മുക്കി വെക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനൊരു റഫായിട്ട് വരച്ചാൽ മതി. ഇത് ഒരു പൊട്ടാസ്യം KBr എന്ന് എടുക്കാം. ഇതിനകത്ത് ഒരു ആനോഡ് മുക്കി വെക്കും, ഒരു കാഥോഡ് മുക്കി വെക്കും. ആനോഡിന്റെ പോസിറ്റീവിൽ ബാറ്ററിയുടെ പോസിറ്റീവ്, ആനോഡ് ബാറ്ററിയുടെ പോസിറ്റീവില്, കാഥോഡ് ബാറ്ററിയുടെ നെഗറ്റീവ്.
ഇലക്ട്രോലിസിസ് നടക്കും. ഇത് മോൾട്ടൺ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് മോൾട്ടനും ആണ്, ഇത് ഇനേർട്ട് ഇലക്ട്രോഡും ആണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? KBr എന്തായിട്ട് മാറും? KBr എന്തായിട്ട് മാറും? K പ്ലസ് ആയിട്ടും Br മൈനസ് ആയിട്ടും മാറും. അപ്പം ആനോഡിൽ നടക്കുന്ന ആനോഡിൽ എന്ത് ചെയ്യുന്നറിയോ? ആനോഡിൽ എന്ത് ചെയ്യുന്നറിയോ? Br മൈനസ് എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് Br ആയിട്ട് അവിടെ പോയി പറ്റിപ്പിടിക്കും. ഓക്കെ, വീണ്ടും ഒരു Br മൈനസ് കൂടി എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് Br ആയിട്ട് അവിടെ പറ്റിപ്പിടിക്കും. Br പ്ലസ് Br എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറും? Br2 ആയിട്ട് മാറും. അതവിടെ ആനോഡില്ല. പക്ഷെ നമുക്ക് വേണ്ടത് പൊട്ടാസ്യമാണ്. പൊട്ടാസ്യത്തിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനാണ് നമ്മൾ പറഞ്ഞത്. അപ്പം അത് കാഥോഡിലാണ്, അറ്റ് കാഥോഡ്. കാഥോഡിൽ എന്താ സംഭവിക്കുന്നത്? കാഥോഡിൽ ഈ K പ്ലസ് അങ്ങോട്ടേക്ക് പോയിട്ട് കാഥോഡിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ട് എന്ത് സംഭവിക്കും? K ആയിട്ട് അവിടെ പോകും. അപ്പൊ കണ്ടോ, പൊട്ടാസ്യം മാത്രം KBrൽ നിന്ന് നമുക്ക് പൊട്ടാസ്യം മാത്രം അവിടെ ഡെപ്പോസിറ്റ്. ഇനി നമുക്ക് സോഡിയത്തെ വേണേ എടുക്കാം. സോഡിയം അല്ലെ സോഡിയത്തിന്റെ എക്സ്ട്രാക്റ്റിനെ നമ്മൾ യൂഷ്വലി എടുക്കുന്നത് എന്താ? നമ്മളെ മോൾട്ടൺ NaCl. ഞാൻ മോൾട്ടൺ NaCl എടുത്തിട്ട് ഒരു ഇനർട്ട് ആനോഡ് കാഥോഡ് ഇതിനകത്ത് മുക്കി വെച്ചിട്ട് ബാറ്ററി കൊടുക്കും. അപ്പം ഇതെന്തായിട്ട് മാറി? NaCl എന്തായിട്ട് മാറി? Na പ്ലസ് ആയിട്ടും Cl മൈനസ് ആയിട്ടും മാറി. അപ്പൊ എന്ത് സംഭവിക്കും? ആനോഡിൽ എന്ത് സംഭവിക്കും? ആനോഡില് Cl മൈനസ് ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് Cl ആയിട്ട് പോകും. വീണ്ടും ഒരു Cl മൈനസ് ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്തിട്ട് Cl ആയിട്ട് പോകും. Cl പ്ലസ് Cl ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Cl2. കാഥോഡിൽ എന്ത് സംഭവിക്കും? കാഥോഡില് Na പ്ലസ് പോയിട്ട് ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് Na ആവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? Na എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടി. നമ്മള് മോൾട്ടൺ എടുക്കുന്ന കേട്ടോ. ഇത് മോൾട്ടൺ, രണ്ടും മോൾട്ടൺ എടുക്കുന്നത്. അതായത് ഇത് മോൾട്ടൺ സ്റ്റേറ്റിലാണ്, ഇത് മോൾട്ടൺ സ്റ്റേറ്റിലാണ്. അതുകൊണ്ടാണ് മറ്റേ H2O ഇക്വേഷൻ വരാത്തത്. അക്വസ് അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മഗ്നീഷ്യത്തിനെ എടുക്കണം. മഗ്നീഷ്യത്തിനെ എടുക്കുമ്പോൾ നിങ്ങൾ എന്താ എടുക്കണ്ടേ? MgCl2 എടുക്കാൻ പോകുന്നത്. MgCl2 എടുക്കുമ്പോൾ ഇത് Mg2 പ്ലസ് ആയിട്ടും Cl മൈനസ് ആയിട്ടും ആണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ആനോഡിൽ എന്ത് സംഭവിക്കും? ആനോഡിൽ Cl മൈനസ് എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് Cl ആവും. വീണ്ടും ഒരു Cl മൈനസ് ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്തിട്ട് Cl ആവും. Cl പ്ലസ് Cl ബെറ്റർ ആവും. Cl2 ആവും. കാഥോഡിൽ എന്ത് സംഭവിക്കും? കാഥോഡിൽ എന്താ സംഭവിക്കും? കാഥോഡിൽ Mg2 പ്ലസ് എന്ത് ചെയ്യും? Mg2 പ്ലസ് രണ്ട് ഇലക്ട്രോണിനെ കാഥോഡിൽ നിന്ന് വാങ്ങി Mg ആയിട്ട് അവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് Mg കിട്ടി. Mgയെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അലൂമിനിയത്തിന്റെ കേസ് വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. എന്നാലും ഞാനിവിടെ എടുക്കുകയാണ്. അടുത്ത അലൂമിനിയം വരുമ്പോൾ എന്താ? അലൂമിനിയം ഓക്സൈഡിനെയാണ് നമ്മൾ ഇലക്ട്രോലിസിസ് ചെയ്യുന്നത്. മോൾട്ടൺ. ഇത് മോൾട്ടൺ ആണ്. എന്തായിട്ട് മാറും? Al3 പ്ലസ് ആയിട്ടും O2 മൈനസ് ആയിട്ടും സ്പ്ലിറ്റ് ആവും. അപ്പം ആനോഡിൽ എന്ത് സംഭവിക്കുന്നു നോക്കിയാൽ, ആനോഡിൽ എന്താ സംഭവിക്കുന്നറിയോ? ഞാൻ ഓരോ ഓക്സിജനായിട്ട് എഴുതുന്നില്ല, ഞാൻ പകരം എന്ത് എഴുതുക അല്ലെ പോടെ? ഓരോ O2 മൈനസ് രണ്ട് ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് ഓയാവും ആണോ? അപ്പൊ രണ്ടെണ്ണം വരുമ്പോഴോ 4 ഇലക്ട്രോണിനെ ലൂസ് ചെയ്യും. എഴുതല്ലേ? 4 ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് രണ്ട് ഓക്സിജൻ ആയിട്ട് പറ്റിപ്പിടിക്കും. 3 O2 മൈനസ് പോകുമ്പോഴോ 3 O2 മൈനസ് 6 ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് 3 ഇങ്ങനെ എഴുതാം. ഇത് നേസന്റ് ഓക്സിജൻ എന്ന് പറയും. എന്താണ്? ഇനി കാഥോഡിൽ സംഭവിക്കുന്നത് എന്താ? ഒന്നുമില്ല. കാഥോഡിൽ സംഭവിക്കുന്നത് Al3 പ്ലസ് എന്ത് ചെയ്യും? 3 ഇലക്ട്രോണിനെ വാങ്ങും കാഥോഡിൽ നിന്ന്. ഈ റിയാക്ഷൻ ആണ് നമ്മുടെ മെയിൻ റിയാക്ഷൻ. എല്ലാത്തിന്റെയും കാഥോഡ് റിയാക്ഷൻ ആണ് മെയിൻ റിയാക്ഷൻ. കാരണം കാഥോഡിലാണല്ലോ നമുക്ക് വേണ്ട മെറ്റൽ ഡെപ്പോസിറ്റ് ആവുന്നത്.
ഇന്നിങ്ങനെ നിൽക്കട്ടെ ക്ലാസ്. നമുക്ക് നമ്മുടെ ചാപ്റ്റർ തീർന്നു. നമുക്ക് ഇത്രേ ഉള്ളൂ. നിങ്ങൾ ആദ്യം ഒരു കാര്യം വായിച്ചു നോക്കി.